السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഫിർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിച്ച് ജീവിക്കുന്ന സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ളേ നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കുക ഉപദേശിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തരത്തിലുണ്ട് പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ക്ലാസ് 73ാമത്തെ ക്ലാസ്സിലെത്തിക്കുന്ന ഞങ്ങളുടെ ഒട്ടികയറി ലാസ്റ്റ് ക്ലാസ്സിൽ ചൊന്ന വിഷയത്തെ ബാക്കി ഭാഗമായിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കുക ഉദ്ദേശിക്കുന്നു. അതായത് നമുക്ക് പിടിയുള്ളതുപോലെ ഹുദൈബിയ സന്ധിയായിട്ട് ഹുദൈബിയ കരാറിൽ പിന്നെ കൊറിയ മദീൻ തങ്ങ മക്കത്തങ്ങ മദീനത്തേക്ക് അഭയ തേടി വന്നാറ് അബു ബസീർ റളിയല്ലാഹു പോലത്തെ അബു ജന്തൽ. അതേപോലെ അങ്ങനെ കൊറിയ സംഭവമെല്ലാം നടന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതായി ഒന്നേറ്റിക്ക്. അതേപോലെ ഈ ഹുദൈബിയ സന്ധിയിൽ പിന്നെ ഇട്ടിക്കറ് ഹിജ്റ 7ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിസ്ര കൈസർ രാജാക്കന്മാർക്കും ഷാമറ ഭാഗത്തും യമൻറ ഭാഗത്തെ ರಾಜಾಕന്മാർಗೆಲ್ಲ ಲೆಟರ್ ಮುಖಾಂತರ ಇಸ್ಲಾಮರ ಪ್ರಚಾರ ಹಾಕಿರೋದು ಈ ಹುದೈಬಿಯ ಕರಾറിൽ പിന്നെ എത്തിക്ക്. ആ ഒരു വിഷയ ഞങ്ങൾ മെൻഷൻ ആക്കിത്തിന്ന. അപ്പൊ ആ ആറുകള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം ರಾಜಾക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലെറ്റർ കടത്തിരു ചൊല്ലുന്നതും അങ്ങനെ പ്രതികരണ എങ്ങനെ നിന്ത് ചൊല്ലുന്നതും അങ്ങനെ റെസ്പോണ്ട് എങ്ങനെ നിന്ത് ചൊല്ലുന്നതും എത്തിക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കുക പോകണം. അപ്പൊ അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്റ്റാർട്ടിങ്ങിൽ സഹാബിരങ്ങളുള്ളവർക്ക് ഹിജ്റ 7ാമത്തെ വർഷത്തെ ആ സ്റ്റാർട്ടിങ്ങിൽ സഹാബിരങ്ങളെല്ലാം വിളിച്ചു കൂട്ടിത്തു ചൊല്ലു. സഹാബിരങ്ങളൊട്ടിക്ക ನಾನು നിങ്ങളെ മുഖാന്തരം നിങ്ങളെ കൊറിയാലിനെ സെലക്ട് ആക്കിയിട്ട് രാജാക്കന്മാരുടെ മുട്ട ನಾನು നിങ്ങളെ കടത്തുക ഉദ്ദേശിക്കുന്നത്. ನಾನು നിങ്ങക്ക് ലെറ്റർ തണ്ട അത് നിങ്ങൾ അവിടെ എത്തുപാട്ടണം. നന്റെ നിങ്ങൾ മുഖാലഫത്താവുത്തീറ നക്ക് എതിരായിട്ട് നിങ്ങൾ പോവുത്തീറ. ബനി ഇസ്രായേൽമാർ ഈസാ നബിಗೆ എതിരായ പോലെ നിങ്ങൾ അങ്ങനെ ആവണ്ട ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റാർട്ടിಗೆ സഹാബിരങ്ങൾക്ക് ഉപദേശ. അപ്പൊ സഹാബിരങ്ങൾ ചൊല്ಲು നബിയെ ഞങ്ങൾ നിങ്ങൾക്ക് എതിരാവിടമോ അതൊരുക്കും സാധ്യമില്ല. நீங்க எந்த கல்பிச்சமும் நாங்க அதை ஆக்கிரமிக்கிறாரு நீங்க கடத்தூர் நபியை நாங்க பூண்டா சொந்திட்டு சஹாபிரங்களே பிரதிகரண. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിരങ്ങളെ സെലക്ട് ആക്കിയിട്ട് രാജാക്കന്മാർക്ക് ലെറ്റർ എത്തിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഹബുഷറ രാജാവായിട്ടുള്ള നജ്ജാഷി ചൊല്ലുന്നത് അത് അവിടുത്തെ രാജാക്കന്മാരുടെ ഒരു വിളിപ്പേര് എത്തിക്കുക. യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേര് അയാളുടെ അസ്ഹാമത്തിബിൻ അബുജർ ചൊന്തേറ്റിക്കറ അയാളുടെ പേര്. അവിടെ രാജാവായിട്ട് വണ്ടം കേട്ടിക്കറ നജ്ജാഷിൻ ചൊല്ലും. ഏതുപോലെ ഫിറഔൻ ഈജിപ്തരെ മൂസ നബിയുടെ കാലത്തിൽ ഫിറഔനും ചൊന്തേറ്റിക്കറ അറിയപ്പെട്ടു. യഥാർത്ഥത്തിൽ ഫിറഔന്റെ പേര് ഫിറൗൻ അല്ല, വേറെ പേര്. അതേപോലെ യമൻറ രാജാക്കന്മാർക്ക് തുബ്ബഅൻ തേറ്റിക്കറ് ചൊന്നു. ഇപ്പൊ ഞങ്ങളുടെ രാജ്യത്തിൽ പ്രൈം മിനിസ്റ്റർ ചൊല്ലാം. ആ സ്ഥാനത്തിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ആ പേര് വേറെ മോദി. അപ്പൊ ഇതേപോലെ നജ്ജാഷി ചൊല്ലുന്ന ഒരു സ്ഥാന പേര് ഇട്ടിക്കറ്. അങ്ങനെ ഹബിഷറ രാജാക്കന്മാരുടെ ആ ഒരു ഹബിഷറ രാജാവായിട്ടുള്ള ആ നജ്ജാഷിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് ലെറ്റർ കടത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലെറ്റർ കടത്തിയപ്പ ആ ലെറ്റർ പോയിട്ട് സഹാബി എന്താക്കറ് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലെറ്റർ കൊടുത്തപ്പ നജ്ജാഷി രാജാവ് ആ ലെറ്റർ സ്വീകരിച്ചിട്ട് അത് ഓതിട്ട് നജ്ജാഷിയുടെ റെസ്പോണ്ട് എങ്ങനെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് ആയിട്ടുണ്ട്. ആ ലെറ്റർ എടുത്തിട്ട് അയാൾ ഭയങ്കര ആദരവില് ബഹുമാനത്തിൽ എടുത്തിട്ട് അയാളുടെ നെറ്റിങ്ങനെ വെച്ചിട്ട് അങ്ങനെയുള്ള ഇറ്റിക്കർ അയാൾ അതിനെ സ്വീകരിച്ച് പിന്നെ അയാൾ ആ ലെറ്റർ ഓതിട്ട് അപ്പമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇറ്റിക്കർ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യം. അയാള് ഇസ്ലാം സ്വീകരിച്ചത് മാത്രം അത് ഇസ്ലാം സ്വീകരണം അയാൾ എന്താക്കിയിട്ടില്ല, പരസ്യമാക്കിയിട്ടില്ല. അയാൾ അത് സീക്രട്ട് ആക്കി വെച്ചത്, രഹസ്യമാക്കി വെച്ചത്. അപ്പൊ എന്ത് കഴിത്ത് നജ്ജാഷി രാജാവ് സീക്രട്ട് ആക്കി വെച്ചത് വ്യക്തമായിട്ടുള്ള ഒരു കാരണ എവിടെ നമുക്ക് ദലീലിൽ കാണാൻ സാധ്യല്ല. അത്ര കുറെ ഉലമാക്കന്മാർ ചൊല്ലാറ് ചൊന്നെങ്കിൽ
ഒരു രാജാവ് ചൊല്ലുമ്പൊത്തുകു ആ രാജാവ് എല്ലാ അധികാരം അയാളുടെ കയ്യിൽ ഇക്കൊന്നുമില്ല. ചിലപ്പോ മന്ത്രിമാരുടെ മുഖാന്തരം എന്താ വിടാറ്, രാജാവ് വിടാറ്. അങ്ങനെ സപ്പോർട്ടിനെ മാത്ര രാജാവായിട്ട് നിൽക്കുക സാധ്യമാണ്. അപ്പൊ ആ ഒരു കാരണത്തില് അയാള് അത് പരസ്യാക്കാട്ടെ അല്ലെങ്കിൽ അയാൾക്ക് ഹിജറ പോകാവാണ്ടിക്കറ് ഒരവസ്ഥ ഇങ്ങനെ ബണ്ട് സബിലിറ്റിക്കർ അയാളത് രഹസ്യമാക്കി വെച്ചിരണ്ടിക്കറ് ഉലമാക്കന്മാർ വിശദീകരിക്കും. മാത്രം അയാളുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് അബ്ദുൻ സാലിഹുൻ, അയാള് സ്വാലിഹായ ഒരു അടിമേറ്റിക്കർ. അപ്പൊ നബി സർട്ടിഫിക്കറ്റ് കൊടുത്തതിൽ പിന്നെ അപ്പൊ അതിൽ എന്തിനാ ഒരു ഒതുരിക്കൂ അയാള് രഹസ്യമാക്കി വെക്കൂല്ലേ, എന്തിനാ ഒരു എക്സ്ക്യൂസ് ഇക്കൂണ്ട് ഞങ്ങൾ വിചാരിക്കണം. അത്ര അല്ലാണ്ട് അതിൽ വ്യക്തമായിട്ടുള്ള കാരണം എന്തിനാ ചൊല്ലത് ഞങ്ങൾക്ക് പിടിയില്ല. അപ്പൊ ഇങ്ങനെ അയാൾ അവിടെ എന്താക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ചത്. ഈ നജാഷി രാജാവ് മർച്ചപ്പെട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത്, സ്വലാത്തുൽ ഗൈബ് അല്ലെ, മയ്യത്ത് എതിറില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചത്. ഹിജറ ഒലിമ്പാമത്തെ വർഷത്തിലേക്ക് നജാഷി രാജാവ് മരണപ്പെടുന്നത്. അപ്പൊ മരണപ്പെട്ട വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൊಂತവിടെ വഹീര മുഖാന്തര ഇട്ടിക്ക്. അങ്ങനെ നബി സഹാബിരങ്ങോട്ടി ಬಂತು ചൊല്ലു, ഇന്ന അഖല്ലക്കും ഖദ് മാത, നിങ്ങളെ സഹോദര മരിച്ചിട്ട്, അതായത് നജാഷി ഇട്ടിക്ക് ഉദ്ദേശിക്കുന്നത്. ഫഖൂമു ഫസല്ലു അലൈഹി, എല്ലാവരും എണിക്കരു അയാൾക്ക് വേണ്ടി നിസ്കരിക്കൂ. അങ്ങനെ ഇട്ടിക്ക് മയ്യത്ത് എതിറില്ലാണ്ട് ಅದಕ್ಕೆ ചൊല്ല സലാത്തുൽ ഗായിബ്, ഗായിബായിട്ടുള്ള മയ്യത്തുക്ക് നിസ്കരിക്കല്. ഒരായത്തില് 6 നിസ്കരിക്കുക ഇല്ലാത്ത സബലു നജാഷി കണ്ടവിടെ 6 നിസ്കരിക്കുക ഇല്ലാത്ത അങ്ങനെ സബലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ വെച്ചിട്ട് അയാൾക്ക് വേണ്ടിട്ട് നിസ്കരിക്കരുത്. നജാഷി രാജാവ് സഹാബിയ അല്ല, സഹാബിക്ക് ഒരു ക്വാലിറ്റി ഉണ്ട്. എന്തൊരു ഇസ്ലാം സ്വീകരിച്ച മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടും, നബിരെ എതിരെതിർ കണ്ടുമുട്ടിട്ട് അതേ അവസ്ഥയിൽ മരണപ്പെടും, അതേ മുസ്ലിമായ അവസ്ഥയിൽ മരണപ്പെടും. കാലി കണ്ടുമുട്ടിയും അയാളെ മരിക്കും. അങ്ങനെ എത്ര സഹാബിറങ്ങ അലി റളിയല്ലാഹുവിന്റെ കാലത്തില് ഖവാരിജായിട്ട് പോയിടാറ്, ഇസ്ലാമിനെ പുറത്തു പോയിട്ട് മറിച്ചാറ്. അങ്ങനും സഹാബിയും ചൊല്ലുകയില്ല. അപ്പൊ മുസ്ലിമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിട്ട് മുസ്ലിമായിട്ട് മരണപ്പെടും. അങ്ങനത്തെ സഹാബി ചൊല്ലും. അതിന് മുസ്ലിമായിട്ട് നബിരെ കണ്ടുമുട്ടാണ്ട് മുസ്ലിമായിട്ട് മറിക്കരാക്ക് മുഖ്ലറം ഉണ്ടായിട്ടിക്കത് ചൊല്ലും. മുഖ്ലറമായ ആൾമാർ, അങ്ങനെ കുറെ ആൾമാർ ഇന്നാറ്. അതില് ഒരാളേറ്റിക്കറ് നജാഷ്. അപ്പൊ അയാൾ മരണപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഗൈബ് നിസ്കരിച്ചിട്ട്. അപ്പൊ ഇവിടെ ഒരു മസ്ല എന്തെങ്കിലും ചൊന്നെങ്കിൽ ഇപ്പൊ കുറെ ആൾമാർ ക്വസ്റ്റ്യൻ കേൾക്കാറ്. ഒരായത്തില് ഇപ്പൊ പറായത്തില് ഒരാൾ മരണപ്പെട്ടിട്ട് അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിസ്കരിക്കാമോ, വേറൊരായത്തിൽ നിസ്കരിക്കാമോ, അയാളെ മയ്യത്തില്ലാണ്ട് അങ്ങനെ നിസ്കരിക്കാമോ? ആ വിഷയത്തില് ഉലമാക്കന്മാരുടെ എന്തുകൊണ്ട് ഇഖ്തിലാഫുണ്ട്. അത് ആറുകളെ നിസ്കരിക്ക തീരാ ചൊല്ലുന്ന വിഷയത്തില് ഉലമാക്കന്മാരുടെ എന്തുകൊണ്ട് ഇഖ്തിലാഫുണ്ട്. കുറെ ഉലമാക്കന്മാർ ചൊല്ല ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി പോലത്തെ ഉലമാക്കന്മാർ ചൊല്ലേ അവിടെ ആരും നിസ്കരിക്കുക ഇന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിസ്കരിക്കാം. അങ്കാറ് നിസ്കരിച്ചിട്ടില്ലാണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാം. അങ്കാറ് നിസ്കരിച്ചാറുണ്ടെങ്കിൽ ഞങ്ങളുടെ നിസ്കരിക്കുക തീരാം. ഇങ്ങനെ ടിക്കറ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി ചൊല്ലു. അതേപോലെ പിന്നീട് ഉലമാക്കന്മാർ ചൊല്ലേ 6 മറിച്ചെങ്കും അങ്ങ് നിസ്കരിക്കുക ഇന്നെങ്കും ഇന്നില്ലെങ്കും എന്താക്ക നിസ്കരിക്കാത്തും സ്വന്തമുള്ള. അതേപോലെ കുറെ ഉലമാക്കന്മാർ ചൊല്ലേ റായത്ത് വലിയ സ്ഥാനത്തിലുള്ള ഒരു ആലിമ അല്ലെങ്കിൽ ഒരു നേതാവ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി, അപ്പൊ അങ്ങനത്തെ വലിയ സ്ഥാനത്തിലുള്ളക്ക് അങ്ങനെ മയ്യത്ത് എതിരില്ലെങ്കും ഞങ്ങൾ എന്താക്കാം വേറെ മൊത്തം അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത സാധാരണ എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ നിസ്കരിക്കുകയില്ല എന്ന് ചൊന്നും അങ്ങനെ ചൊന്നുള്ള. ലാസ്റ്റ് ഉലമാക്കന്മാർ കൺക്ലൂഷൻ ആയി ചൊല്ലുന്ന അമ്രുവാസ്യ, അത് വിശാലമായ ഒരു വിഷയത്തിക്കറ് എന്ത് വേണം നമുക്ക് അതിൽ എന്താക്ക സ്വീകരിക്കാണ്ട് തിക്കറ് ചൊല്ലും. അപ്പൊ ഏതായെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി രാജാവുക്ക് ഈ ലെറ്റർ കടത്തിയപ്പോ നജാഷി രാജാവിടെ ഇസ്ലാം സ്വീകരിച്ചത്. നബി 3 വിഷയത്തേക്ക് നജാഷി രാജാവൊട്ടിക്ക് ആ ലെറ്ററിൽ ചൊല്ലേ. ഒന്നാമത്തേത് ഇസ്ലാം സ്വീകരിക്കുന്നു ചൊല്றது, രണ്ടാമത്തേത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹറോ മങ്ങിലാക്കിട്ട് തറന്നോട്ടേറ്റിക്കറ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹറെ പൊതു തേടുകയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി രാജാവൊട്ടിക്ക് ചൊല്ലും. ഉമ്മു ഹബീബ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മോളു. അബൂ സുഫിയാൻ അണ്ട് ശത്രുവായിട്ടിക്കറ് അല്ലേ, അബൂ സുഫിയാൻ അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവായിട്ടിക്കറ്. മാത്രം ഉമ്മു ഹബീബ ഐമ ഇസ്ലാം സ്വീകരിച്ചിട്ട് അബിസീനത്തിൽ ഹിജറ പോയ പെണ്ണിങ്ങായിട്ടിക്കറ്. ഉമ്മു ഹബീബറെ നേരായ പേര് റംലത്ത് ബിൻത് അബു സുഫിയാൻ, റംല ചൊന്തയിട്ടിക്കറ്.
ഐമറെ ഫസ്റ്റ് മങ്ങിലയുടെ ഉബൈദില്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അങ്ങനെ ചെണ്ടാൽ മക്കത്തിൽ മങ്ങിലായിട്ട് ഇസ്ലാം സ്വീകരിച്ചാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് നുബുവത്ത് വന്നപ്പ അങ്ങനെന്താക്കിയത് ഇസ്ലാം സ്വീകരിച്ചാറ്. നുബുവത്തിൽ 5-ാമത്തെ വർഷത്തില് അബ്ഷിദു കൊറിയാവുന്ന ഹിജ്റ പോയിന്നാറല്ലേ, അബ്സീനത്ത് ഹിജ്റ പോയിന്നാറ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കൂട്ടത്തിൽ ഇങ്ങും എന്താക്കിയാറ് ചെണ്ടാല് ഹിജ്റ പോയിട്ട് ഉബൈദില്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ വിഷയത്തില് ആ ഉബൈദില്ലാഹ് ഇബ്നു ജഹ്ഷ് എന്തൊരു ഐഡിയ ചൊല്ലതില് അവിടെ എന്തുകൊണ്ട് ഇഖ്തിലാഫ് ഉണ്ട്. ഒരേ ഉലമാക്കം മറിച്ചുള്ള അയാള് അവിടെ പോയിട്ട് നസ്രാനിയായിട്ട് അയാള് മുർത്തദ്ദൈത്ത് ഇസ്ലാം വരെ വിട്ടിട്ട് അയാള് മുർത്തദ്ദൈത്ത് ചൊല്ലൈത്തിക്കറ് കൊറേ ഉലമാക്കം മറിച്ചുള്ളവര് അല്ല അയാൾ അവിടെ പോയിട്ട് രോഗിയായിട്ട് മരണപ്പെട്ടിട്ട്. അപ്പൊ അങ്ങനെ അതേറ്റിക്കർ യാറെ പ്രബലമായ അഭിപ്രായം അയാൾ അവിടെ പോയിട്ട് എന്താക്കിയിട്ട് രോഗിയായിട്ട് മരണപ്പെട്ടിട്ടുണ്ടെത്തിക്കർ. പിന്നെ അയിമ അവിടെ വിധവ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവിടെ വിധവായിട്ട് ഭാര്യ ഒരു കഷ്ടത്തിലും പ്രയാസത്തിലുമായിട്ട് ഇക്രായ്മ ജീവിക്കര്. അപ്പൊ അത് കഴിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം കിട്ടിയപ്പോ നബി എന്താക്കര് നജ്ജാശി രാജാവൊട്ടിಗೆ சொல்ರು ಐಮರೆ പൊതു നിങ്ങ എന്താക്കರು നക്ക് വേണ്ടിട്ട് തേടൊരു ಐಮ ഒപ്പിക ഉണ്ടുണ്ടായെങ്കിൽ ನಾನು ಇವರ ಮಗಿಲ അവിടെ അങ്ങനെ ಅದರ ಅಡಿസ്ഥാನത്തിൽ എത്തിക്കുന്ന നജ്ജാശി രാജാവ് ഒരു സർവന്ററെ കടത്തിട്ട് ಐಮರು മുട്ട കടത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മങ്ങിലാവുക ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തേ? അപ്പൊ ഉമ്മു ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലാവർ എന്ത് വിഷയം കിട്ടിയപ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്താക്കി ಐಮക്ക് കുസിയത്ത് ಐಮ ಅದಕ್ಕೆ ഒപ്പിക കൊടുത്തു. അങ്ങനെ ആ ഒപ്പികയുടെ അടിസ്ഥാനത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4000 ദിർഹം ഇട്ടിക്കറ് മഹർ കൊടുക്കുക. 4000 ദിർഹമും നജാശി രാജാവൊട്ടിക്ക് കൊടുപ്പാട്ട്. അപ്പൊ 4000 ദിർഹമും മഹർ കൊടുത്തിട്ട് ഇട്ടിക്കറ് ಐಮರೆ മങ്ങിലാവർ. ബാക്കിന്നെ സാധാരണ പെഞ്ഞൈമാർക്ക് എല്ലാവർക്കും 400 ദിർഹം ഇട്ടിക്കറ് കൊടുത്തിട്ട് ഈ മകൻ 4000 ദിർഹം ഇട്ടിക്കറ്. അപ്പൊ 76 ദിർഹമും 76 മഹർ ഈ മക ഇട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ട്. പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു മർആൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് പെണ്ണുങ്ങളെ യാറ് ഡിമാൻഡ് ആക്കി വന്നാറ് മഹർ. പെണ്ണിಗೆ എത്ര വേണം ഡിമാൻഡ് ആക്ക മഹർ നക്ക് ഇത്ര തന്നെ മാത്രം. അങ്ങനെ പിൽക്കാലത്തുള്ള ഡിമാൻഡ് ആക്കി വന്നാറ്. ലാസ്റ്റ് മങ്ങിലാവുക ആണിങ്ങക്ക് പെണ്ണിങ്ങ കിട്ടാണ്ട ആ അവസ്ഥയിൽ ഇന്നെതിരെ പെണ്ണിങ്ങക്ക് ആണിങ്ങ കിട്ടില്ല. അണ്ടത്തെ കാലത്തില് ലാസ്റ്റ് പെണ്ണിങ്ങ കിട്ടാത്ത ഒരു അവസ്ഥയിൽ. അപ്പൊ ലാസ്റ്റ് ഈ എന്ത് കാരണം ഇങ്ങനെ ഡിമാൻഡ് വെക്കുന്ന സംഭവം ആണിങ്ങക്ക് അത് ഉത്തര കൊടുക്കോ താക്കത്തില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മർവാൻ വെച്ച് ഒരു കണ്ടീഷൻ പെണ്ണിങ്ങൾക്ക് 4000 ദിർഹം റാണ്ടി യാറ നിങ്ങ മഹർ കേൾക്കുത്തിയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാറ മഹർ കൊടുത്തിട്ട് 4000 ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്താക്കി 4000 ദിർഹം റാണ്ടി യാറ മഹർ കേൾക്കുത്തിയാണ്ട് അവിടെ എത്തിക്കുന്ന നിയമ പാസ്സാക്കി. അപ്പൊ ഏതായെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാറ മഹർ കൊടുത്തിട്ട് ഈ മരെന്താക്കിയിട്ട് അവിടെ വെച്ചിട്ട് നജ്ജാശിയുടെ വലിയ വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അപ്പൊ മദീനത്തിലുണ്ട് ಐಮ മക്കത്തിലുണ്ട്. ಅದರ അടിസ്ഥാനത്തിൽ ಐಮ എന്താക്കിയിട്ട് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായിട്ട്. ഈ മങ്ങിലായ വിഷയം അബു സുഫിയാൻക്ക് വിഷയം പിടിയാവും. അബു സുഫിയാൻ മക്കത്തിലുണ്ട്, ശത്രുവായിട്ടേ ഉണ്ട്. അപ്പൊ അബു സുഫിയാൻക്ക് മോൾഡറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായിരുന്നിട്ട് വിഷയം കിട്ടിയപ്പ അബു സുഫിയാൻ അവിടെ ചൊല്ലുற ഒരു പൽക്കുണ്ട് ദാകൽ ഫഹ്ലു ലാ യുജ്ദ അൻഫഹു. ഇതൊരു പ്രയോഗ ഇട്ടിക്ക് എന്നിട്ട് ശുഭവാർത്തരെ അയാളുടെ സമയത്തെ കൊസിയത്ത് അബു സുഫിയാൻ നല്ല ഒറ്റ ഒരാളെ ഇട്ടിക്കറ് നന്റെ പെണ്ണുക്ക് ചൊന്ന ഒരാളെ ഇട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ശത്രുവായിട്ട് എന്തും അബു സുഫിയാൻ ചൊന്ന പൽക്ക ഇട്ടിക്കറത്. അപ്പൊ അങ്ക് കുറേശിമാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തില നബിരെ എന്തേ ഒരു വിഷയത്തിൽ അങ്ക് ദൂരകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അംഗീകരിച്ചെന്നാർ മാത്രമാ അങ്ങ് അംഗീകരിച്ചിട്ടില്ല. എന്തേ നബി കൊമന്നതേറ്റിക്ക് ദീനൈറ്റിക്ക് ദീനുൽ ഇസ്ലാം അങ്ക് അംഗീകരിക്കുകയിട്ടില്ല. അള്ളാഹു മാത്രം ഇബാദത്താക്കുന്നു ചൊല്ലതേറ്റിക്ക് അങ്ക് അംഗീകരിക്കുക ആവാത്ത അതല്ലേ. ബദർ യുദ്ധത്തിൽ സമയത്ത് അബൂജഹൽ ലാസ്റ്റ് മരണപ്പെട്ട ടൈമിൽ ചൊല്ലുന്നത് മുഹമ്മദ് നിന്റെ ദീന് നീ കളവ് ചൊല്ലുറവൻ അല്ലാണ്ട് നങ്ക് ഇവിടെ ഉണ്ട്, നിന്റെ തങ്ങ അംഗീകരിക്കില്ല മാത്രം തങ്ങ അംഗീകരിക്കില്ല നീ കൊമന്നെതിരെ ടിക്കറി ചൊന്തു അബൂജഹൽ ചൊല്ലുന്നത് ആ ഒരു സന്ദർഭ നമുക്ക് ബദർ യുദ്ധത്തിൽ കാണുക സാധ്യം. അപ്പൊ ഏതായെങ്കിലും അബു സുഫിയാനുക്കും എന്താവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലയിൽ ചൊല്ലുற വിഷയം അവിടെ അത് കൊസിയാവും. പിന്നെ മക്ക ഫത്തഹ് ടൈമിൽ ഇട്ടിക്കാറ് അബു സുഫിയാൻ എന്താവിടെ ഇസ്ലാം സ്വീകരിക്കരുത് അല്ലെ. മക്ക ഫത്തഹ് ഹിജ്റ 8-ാമത്തെ വർഷത്തിൽ നടന്നപ്പോ അപ്പൊ ഇട്ടിക്കർ അബു സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കും.
അവൻ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ വാപ്പാസ് നബിരൊട്ടിಗೆ ನಂಡ ಮೋಲ್ಡ್ರೆ ಮಂಗಿಲಾವ್ರಾಂಟು അബു സുഫിയാൻ കേക്ക് നന്റെ മോൾഡറെ നിങ്ങൾ മങ്ങിലാവിടാറാണ്. അപ്പൊ അവിടെ എന്ത് അബു സുഫിയാൻ രണ്ടാമത്തെ പട്ട മങ്ങിലാവിടാറാൻ കേട്ടേ കൊറേ ഹദീസ് നിഷേധിമാർ എന്താക്കൃത കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസുള്ള എന്തിന് ഉമ്മു ഹബീബ അബ്ശലിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊടെ മങ്ങിലേറേണ്ടുള്ളി. പിന്നൊരു ഹദീസുള്ള എന്തിന് അബു സുഫിയാൻ വന്ന് മക്ക ഫത്തറപ്പ നന്റെ മോലെ മങ്ങിലാവിടാറാണ്ട് കേട്ടുകൊണ്ടു. അപ്പൊ ഇത് വൈരുദ്ധ്യല്ലേ? അവ ഇങ്ങനെ എല്ലാ ഹദീസും സ്വീകരിക്കും തീരാണ്ട് ഇത് കേട്ടിക്കുന്നത് ഞങ്ങൾ ചൊല്ലേണ്ട ചൊന്ത എന്താക്കുறாரு തമാസാക്കുறாரு. ഇങ്ങനെ ആക്ച്വലി എന്താക്കില്ല ഹദീസ് കാലി എതിർല് കാണ്ടത് മാത്രം നോക്കുകയല്ലാണ്ട് അതിന് വിശദീകരണം ഉലമാക്കന്മാർ ಅದಕ್ಕೂ കൊടുത്തതായ എക്സ്പ്ലനേഷൻ എന്തിനെ ചൊല്ലത് അങ്ങ് നോക്കില്ല. അത് ഇട്ടിക്കറങ്ങളെ പ്രോബ്ലം. അപ്പൊ അവിടെ എന്തൊരു വിശേഷം ഉണ്ടെങ്കിൽ അബു സുഫിയാൻ ചൊല്ലുற ഉദ്ദേശം എന്തിന് രണ്ട് വലിയിൽ നിങ്ങൾ എന്താക്കൂ എന്നവർക്ക് മങ്ങിലാവും. ഫസ്റ്റ് നജാസിയുടെ വലിയിലെ ഇട്ടിക്കറ മങ്ങിലായി. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ നാണ് വലിയിൽ നിന്നിട്ട് ഞാൻ എന്താക്കുന്നത് നിങ്ങൾക്ക് മങ്ങിലാക്കി തണ്ട ചൊല്ലത് ഇട്ടിക്കർ അബു സുഫിയാൻ അവിടെ രണ്ടാമത്തേത് ആവശ്യപ്പെട്ട ചൊല്ലത് ഇട്ടിക്കർ നമുക്ക് മനസ്സിലാക്കുക സാധ്യം. അപ്പൊ ഇതേ ടിക്കർ രണ്ടാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നജാശിയൊട്ടിಗೆ ആവശ്യപ്പെട്ടു. മൂന്നാമത്തേത് ജാഫർ ഇബ്നു അബൂ താലിബിന്റെ നേതൃത്വത്തിലുണ്ട് പോയ ആ ആൾമാരെ റിട്ടേൺ നിങ്ങൾ മദീനത്തേക്ക് അങ്ങനെ കടത്തൂറും ടിക്കർ ആവശ്യപ്പെട്ടു. ജാഫർ ഇബ്നു അബൂ താലിബിന്റെ നേതൃത്വത്തിലുണ്ട് മദീനത്തേക്ക് പോയങ്ങ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് പോയിന്നാറ് അങ്ങ പിന്നെ റിട്ടേൺ വന്നാറ്. പിന്നെ രണ്ടാമത്തെ ഒരു ട്രിപ്പ് പോയിന്നാറ് അത് ജാഫർ ഇബ്നു അബൂ താലിബിന്റെ നേതൃത്വത്തിൽ തിന്ത്. അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങ് അവിടെ നിന്നാറ് അവിടെ നിന്നാറ് ലാസ്റ്റിಗೆ ഹിജ്റ 7ാമത്തെ വർഷത്തിൽ അങ്ങനെ നിങ്ങൾ എന്താക്കൂ റിട്ടേൺ മദീനത്തേക്ക് കടത്തൂറുಂಟು നബി എന്താക്ര നജാശി രാജാവൊട്ടിಗೆ ആവശ്യപ്പെട്ടു. അപ്പൊ നജാശി രാജാവ് എന്താക്ര അങ്ങനെ റിട്ടേൺ കടത്തർ അവനെ ഖൈബർ യുദ്ധത്തെ ആ ഒരു വിജയ കിട്ടുന്ന സന്ദർഭത്തിലേക്ക് ജാഫർ ഇബ്നു അബൂ താലിബിന്റെ നേതൃത്വത്തിൽ ആ സൈന്യ ആ ആൾമാരിങ്ങനെ ബണ്ടി അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക ചൊല്ലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പൽക്ക ചൊല്ലും ನಾನು ഏതിൽ കൊസിയാക്കട്ട് ഖൈബർ യുദ്ധ വിന്നായത് കൊസിയാക്കണം അല്ല ജാഫർ ബഞ്ഞത് കൊസിയാക്കണം ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഈ മൂന്ന് കാര്യം ആവശ്യപ്പെട്ടത് നജാശി രാജാവ് എന്താക്കി ഈ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അതേപോലെ പിന്നൊരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ കടത്തി ഈജിപ്തിലെ രാജാവായിട്ടിന്നെ മുഖൗക്കിസ് രാജാവുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ കടത്തിട്ട് ഇസ്ലാമിന്റെ സന്ദേശം അത് ഹാത്തിബ് ഇബ്നു അബി ബൽത റളിയല്ലാഹു അൻഹുടെ കയ്യിലേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു കടത്തി. അങ്ങനെ ഹാത്തിബ് ഇബ്നു അബി ബൽത റളിയല്ലാഹു അൻഹു ഇയാൾ എന്താക്കി ഈ ലെറ്റർ എടുത്തോണ്ടേ മുഖൗക്കിസ് രാജാവ് മുട്ട കൊണ്ടു. അങ്ങനെ ആ ലെറ്റർ അയാൾ ഓതിട്ടാൽ പിന്നെ അയാൾ എന്താക്കില്ല ഇസ്ലാം സ്വീകരിക്കില്ല. അയാൾ മാത്ര എല്ലാം ആദരിക്കും. ആ അബിബൽത്തരെ വിളിച്ച വന്ന് കുട്ടിയെ വന്ന് ദെപ്പാട്ടിട്ട് അയാളെ ആദരിച്ചിട്ട് അതിൽ പിന്നെ അയാളിന് നല്ല 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 പൽക്ക ചൊല്ലു. അതിൽ പിന്നെ റിട്ടേൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താക്കുക അയാൾ ലെറ്റർ കടത്തത്. ആ ലെറ്റർ കടത്തിട്ടൊട്ടിക്കമേ അയാൾ ഗിഫ്റ്റും കടത്തത് നബി എന്തൊരു രണ്ട് അടിമപ്പെണ്ണ് ഒന്നു മാറിയത്തുൽ ഖിബ്തി പിന്നൊന്നു സീരീൻ ചൊത്ത് ഇങ്ങനെ രണ്ട് അടിമപ്പെണ്ണിനെ ഗിഫ്റ്റ് ആയിട്ട് കടത്തും. അതേപോലെ ഒരു കത്തറും ഗിഫ്റ്റ് ആക്കി കൊടുക്കുന്നു. നിങ്ങൾക്ക് സഞ്ചരിക്കുക ഒരു കത്തറും നാ കടത്തര ചൊന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചൊല്ലും മുഖൗക്കിസ് രാജാവ്. അങ്ങനെ ആ മാറിയ ചൊല്ലുற പെണ്ണിൽ നിന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടാവ് ആറ് ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടോട്ടൽ എത്ര മക്ക 7 മക്ക അല്ലേ? 3 ആണ് 4 പെണ്ണ്. അപ്പൊ 6 മക്ക ഖദീജയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഖാസിം അബ്ദുള്ള ഉമ്മു കുൽസും ഉർഖയ്യ പിന്നെ ഫാത്തിമ പിന്നൊന്നു റുഖയ്യ ഉമ്മു കുൽസും ഫാത്തിമ സൈനബ്. അങ്ങനെ 6 മക്ക ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നിട്ട് ഉണ്ടായിരുന്നു. ഒരു മോണു അത് ഇബ്രാഹിം ചൊല്ലുടെ മോണു ഈമ മാറിയത്തുൽ ഖിബ്തിയ ഈ അടിമപ്പെണ്ണിൽ നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. പിന്നെ സീരിയൻ ചൊല്ലുற അടിമപ്പെണ്ണിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്ത് കേട്ടിട്ട് മങ്ങിലാക്കി കൊടുക്കും. അപ്പൊ ഇത് മുഖൗക്കിസ് രാജാവ് ആദരിച്ചിട്ട് ബഹുമാനിച്ചിട്ട് എല്ലാം ആക്കിയിട്ട് മാത്രം അയാൾ എന്താക്കിയിട്ടില്ല ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ചൊല്ലത് എത്തിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധ്യം. അതേപോലെ
ಪಿಡೂರ್ ರಾಜಾವು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಲೆಟರ್ ಕಟ್ತಿರೆ പേർഷ്യത്തെ രാജാവ് പേർഷ്യത്തെ രാജാവായിട്ടുള്ള കിസ്ര. ആ കിസ്രക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ കടത്തിട്ട് ആരുടെ മുഖാന്തരം അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു അയാളുടെ മുഖാന്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ കടത്തി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഹുദാഫ ഇയാള് ഈ ലെറ്റർ എടുത്തോണ്ട് പോണ്ടു. അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് എന്താക്കണം, അവിടെ ആൾമാരെ കണ്ടുമുട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലെറ്റർ രാജാവുക്ക് കൊടുക്കോ ചെന്നൂರು. അങ്ങനെ രാജാവ് കൊട്ടാരം എവിടെ ಅಂತೆಲ್ಲ കേട്ടിട്ട് അങ്ങനെ അറിഞ്ഞിട്ടുള്ള പോണ്ടയാൾ. അങ്ങനെ പോയിട്ട് അയാൾ പോണ്ട സ്റ്റൈല് ചരിത്രത്തിൽ കണ്ട് നെഞ്ഞി പിരിച്ചിട്ട് ആ രാജാക്കന്മാരുടെ നടുലെ രാജാവുണ്ടു, അതേപോലെ മന്ത്രിമാരെല്ലാം ആ നടുലെ അയാൾ എന്താക്കുന്നത് നെഞ്ഞി പിരിച്ചിട്ടും അതേപോലെ തല വൈത്തിട്ടും ഒരു ഇസ്സത്തോട് കൂടിയിട്ട് അയാൾ പോണ്ടി. സാധാരണ രാജാക്കന്മാരുടെ എതിർന്ന് പോകുമ്പോൾ ആൾമാർ അങ്ങനെ പോണ്ടി ബഗ്ഗിട്ടും അതേപോലെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇട്ടിക്കർ പോണ്ടേ. ബട്ട് സഹാബിരങ്ങ അങ്ങനെ ആരുടെ എതിർന്നും അങ്ങനെ തല ബഗ്ഗില്ല. അങ്ങനെ തല ബഗ്ഗിന്നെ അങ്ങനെ ഉണ്ടാക്കിയവനായി റബ്ബുരെതിർലല്ലാണ്ട് വേറെ ഒരാളുടെ എതിർലും അങ്ങനെ തല ബഗ്ഗില്ല. അപ്പൊ അതിട്ടിക്ക് സഹാബിരങ്ങളുടെ ഒരു ക്വാലിറ്റി അത് ഞങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ഞങ്ങ ആരുടെ എതിർലും ഇങ്ങനെ തല ബഗ്ഗി നിൽക്കണ വിനയ കാട്ടണു, വിനയ വേണു. ബട്ട് ആ വിനയ തല ബഗ്ഗിട്ടിക്കു തീര എതിർത്തിട്ട് ഞങ്ങൾ മനസ്സിൽ ആ ചന്തത്തിൽ പൽക്കവരെ ആൾമാരൊട്ടിക്ക് നല്ല രീതിയിൽ സൗഹാർദ്ദത്തെ ഉണ്ടാക്കിയെടുക്കാം. ബട്ട് അതൊരു തല ബഗ്ഗിട്ട് ഇങ്ങനെ കുറെ ആൾ ഇപ്പൊ കാണണ്ടല്ലേ കൈമുത്തരും അതേപോലെ ഇങ്ങനെ ചില സലഫിറങ്ങുന്ന സമയത്ത് ചില ആൾമാർ ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബഗ്ഗിടാറ് അതെല്ലാം വേണൂട്ടില്ല. നമുക്ക് ബഗ്ഗുകളിൽ അള്ളാഹു എതിർല്ലാണ്ട് വേറെ ആറും ഇല്ല ചൊല്ലുന്ന ഗൗരവമായിട്ട് മനസ്സിലാക്കും. അപ്പൊ സഹാബി അയാൾ അങ്ങനെ നല്ലൊരു ധീരത്തിൽ പോയിട്ട് അയാൾ എന്താക്കുന്നത് ലെറ്റർ കാട്ടു. ರಾಜಾವ್ ಕೇಳ್ರಿ ನೀ ಎಂದ ಬನ್ನಿ ಅಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಲೆಟರ್ ನಕ್ಕು ನಿಂಗೆ ತರೋಗುಂಡು ಚೊಂತು ಅಯಲ್ ಚೊಂತು. അപ്പൊ ഈ രാജാവ് എന്താക്കല് കിസ്ര അയാളുടെ മന്ത്രിയോട് ചൊല്ലുക അവന്റെ കയ്യിൽ ലെറ്റർ ഇടുന്നുണ്ട്. അപ്പൊ സഹാബി ചൊല്ലുക ഇല്ല ഇന്നമാ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഫഉ ലക യദൻ ബിയദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നോട്ട് കൽപ്പിച്ചരെ കൈകു കൊടുക്കുന്നു ഇത്തിക്കൽ ലാ ഉഖാലിഫു അമറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്കത്തെ നാ ധിക്കരിക്കില്ല. അപ്പൊ അത് സമയത്ത് സഹാബിരങ്ങ് എന്താക്കാറ് അവിടെ ജാഗ്രത ആക്കാറ്. നബി കൈകു കൊടുക്കുക കൈകെ കൊടുക്കൂലേ, ആരുട്ടിയും കൊടുക്കില്ല. അപ്പോൾ നബിയുടെ ഒരു ചെറിയ പൽക്ക സമയത്ത് അങ്ങ് നെനപ്പ് വെച്ചു ഇന്നാണ്, അങ്ങ് അത് ഫോളോ ആക്കി ഇന്നാണ്. ആ ഒരു രാജാവ് എതിർന്ന സമയത്ത് ഇല്ല നിന്റെ കൈಗೆ തറവ് കയറ്റി കൃഷ്ണ അങ്ങനെ നിന്റെ കൈಗೆ നാ തണ്ടേന്. അങ്ങനെ അയാൾ എന്താക്കുന്ന ഓക്കെ മുട്ട ഭാഷ വന്നു. അങ്ങനെ അയാൾ ആ ലെറ്റർ എടുത്തിട്ട് അയാളുടെ ഓതുற ഒരാളൊട്ടിಗೆ അയാൾ എന്താക്കുന്നത് ഓതോ കൊടുക്കുന്നു. എന്തിനാ ഇത് ലെറ്റർ ഓതുന്നു. അങ്ങനെ അയാൾ ഓതോകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ കിസ്റ. കിസ്റ എഴുതുന്നതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ. ഇതിത്ര ഓതിട്ടാകുമ്പോൾ നമുക്ക് അർസ വന്നു. ആർക്ക് കിസ്റക്ക് അർസ വന്ന് എഞ്ചിട്ട് ആ ലെറ്റർ എടുത്ത പറിച്ചിട്ട് ഒരു ഏരിയയിൽ എറിഞ്ഞ എന്തേ അവൻ ചൊന്ന പൽക്കെന്തര് നന്റെ എതിർന്നു മുഹമ്മദിന്റെ പേര് എഴുതലാമോ. നന്റെ അടിമര സ്ഥാനത്തിൽ നിൽക്കുന്നായോണ്ട് നന്റെ പേര് ഒട്ടികമേ അവന്റെ പേര് എഴുതലാമോ. അതൊർക്കും അംഗീകരിക്കാവാത്ത വിഷയ. അടിമര പോലെ നിൽക്കണായോണു അടിമര പോലെ നിൽക്കണു നന്റെ പേര് ഒട്ടിക അവന്റെ പേര് എഴുതോ തീരാ ചൊന്തു. അങ്ങനെ ഒരു അർസത്തിൽ ഒരു ഇതിലാക്കിയിട്ട് അവൻ എന്താക്കി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്ററെ വലിച്ചെറിഞ്ഞു. ആ സഹാബിരെ പുറത്താക്കു ചെന്നു പൂർ അവന്റെ പുറത്താക്കും. ആ നാൽമാർ എന്താക്കിയാറ് അബ്ദുല്ലാഹിബ്നു ഹുദാഫറെ പുറത്തിട്ടാറ്. ನಾನು ಅಬ್ದುಲ್ಲಾಹಿಬ್ನು ಹುದಾಫ ಎಂದಾಕಿತ್ತು ಎಂದ್ರೆ ವಿಷಯ ಏನ್ ಎಂದ್ರ ಹಾಕೊಂಡು ಗೊಂತಿಲ್ಲ ಅಂಟೆ ಅವನ ಪರ್ತಿಟ್ಟಲ್ಲಿ ಅವನ ಅಯ್ಯಲ್ಲಿ ಸೀದಾ ಮದೀನತ್ತಿಗೆ ರಿಟರ್ನ್ ಬಂತು. അവന് ഓണക്ക് തെല്ല് പിന്നെന്തായിട്ട് അർസല തെല്ല് ഇല്ലിട്ടാകുമ്പോഴത്തേക്ക് പോയിട്ട് അവന്റെ വിളിക്കോറും ചൊന്ന വിളിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അയാളില്ല. അങ്ങനെ ടിക്കർ അവിടെ സംഭവിച്ചത്. അങ്ങനെ ഈ അബ്ദുല്ലാഹിബ്നു ഹുദാഫ മദീനത്തേക്ക് ಬಂತು. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് വിശേഷം അവിടെ നടന്നതായ വിശേഷം അവൻ എന്താക്കിയ ലെറ്ററെ പറിച്ചിട്ടെറിഞ്ഞ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും മസ്സഖല്ലാഹു മുൽക്കഹു. അവന്റെ അധികാരത്വം അല്ലാഹു പറിച്ചെറിഞ്ഞു. അവന്റെ അധികാരത്വം അല്ലാഹു അതിലും പറിച്ചെറിഞ്ഞു ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പൽക്ക ചൊല്ലും. അങ്ങനെ പിന്നെ എന്താക്കിയ ഈ കിസ്ര രാജാവ് അവന്റെ കമാൻഡർ ആയിട്ടിന്നവണു യമണിലൊರ್ತಿನ ബാദാൻ ചൊಂತುಲ್ಲೆ യമണിലിന്നെ ಕಮಾಂಡರ್ ಒಟ್ಟಿಗೆ ಕಮಾಂಡರ್ಗೆ ಲೆಟರ್ ಎಲ್ದಾವ ಎಂದ್ರೆ ಜಂಡ ಅಲ್ಲೇ ಹಿಜಾಸ್ಗೆ ಕಟ್ತೋಣ. ಹಿಜಾಸ್ ಚೊಲ್ಲದು ಮಕ್ಕ ಮದೀನೆಲ್ಲ ಸರೌಂಡಿಂಗ್ ಅವ್ರದಾಯ ಜಾಗೆ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ച്വലി എവിടുല്ലേ ടങ്ക് പിടില്ല. മദീനത്തിലുള്ളമോ മക്കത്തിലുള്ളമോ പിടില്ല.
അപ്പൊ അവൻ എന്താക്കിയ ഹിജാസിക്ക് ജണ്ടാലിനെ കടത്തിട്ട് ഈ മുഹമ്മദരെ നന്റെ മുട്ടത്തേക്ക് പിലിച്ചവർ ചൊന്തു എന്താക്കിற കിസ്ര ബാദാനുക്ക് ಲೆಟರ್ ಅಂತಾರೆ. ஆனா பாதான் എന്താക്കിற യമൻറെ കമാൻഡർ ആയിട്ടുള്ള ബാദാന് ജണ്ടാലിനെ കടത്തറ പോയിട്ട് ഹിജാസിക്ക് പോയിട്ട് മുഹമ്മദരെ കിസ്ര രാജാവ് പിലിച്ചുള്ള അവിടെ കുട്ടിയെ പോറും ചൊന്തു. അങ്ങനെ ഈ ജണ്ടാൽ ಬಂಡಾರು ಫಸ್ಟ್ ಹಿಂಗ ಬಂಡೆ ಅವಡಿಗೆ ತ್ವಾಯಿಫರ ಭಾಗത്ത് ಬಂತವ അവിടെ ജണ്ടാൽ കിട്ടാറ് കുറേശ്യമാർ മുഷ്രിക്കുമാർ. അപ്പൊ കുറേശ്യമാരൊട്ടിಗೆ മുഹമ്മദ് ഉള്ള അപ്പൊ ചൊല്ല അവനിപ്പ ഊടില്ല അവനിപ്പോ യസ്രിബുലുള്ള. അപ്പൊ എന്താക്കാറ് ഇത് ചൊന്ത കുറേശ്യമാർ പോണ്ടാറ് ഇങ്ങും മദീനത്തേക്ക് തിരിക്കാറ്. അപ്പൊ ഇതില് കുറേശ്യമാർക്ക് എന്താ കുസ്യാവും, കിസ്ര രാജാക്കന്മാരുടെ ആൾമാരെ മുഹമ്മദിനെ തേടിയോ വന്നറണ്ടേ. അപ്പൊ ആ രാജാവ് എന്താക്കിற മുഹമ്മദിനെ ഇല്ലാണ്ടാക്കിற നാശാക്കിற അದಂಕ എന്താക്കിತ್ತು ಬಾರಿ ഒരു ಖುಷಿ ಇತ್ತು. ಆ ಜಂಡಾಲ್ ಬಂತು ಮಕ್ಕತ್ತು ಇಲ್ಲಂಗಲೊಟ್ಟಿಗೆ ಎಲ್ಲರೊಟ್ಟಿಗೆ ಪಾಡಿಯಾರು ಅಂಕೆಲ್ಲ ಬಾರಿ ಇದು ಏನಿ മുഹമ്മദിനെ കലിയെല്ലാം നിക്കറിന് ചൊന്തു അങ്ങവിടെ ಖುಷಿಯಾಕ್ಯಾರ. അങ്ങനെ ഈ ജണ്ടാല് മദീനത്തേക്ക് വന്നാറ്. മദീനത്തേക്ക് വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചൊന്നാറ്, കിസ്ര രാജാവ് നിങ്ങളെ വിളിച്ചുകൊണ്ടു നിങ്ങ പറഞ്ഞു. അപ്പൊ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചിട്ട് വഖാല ലഹുമാ നബി ഞങ്ങളോട് ചൊന്തു ഇർജിഅ ഇലാ റിഹാലികുമാ അൽയൗം ഇന്ന് നിങ്ങളെ ടെന്റ് നിങ്ങൾ എവിടുള്ള റൗഡിക്ക് നിങ്ങൾ പോറും വഅതിയ ഗദൻ നാളെ സുബൈക്ക് നിങ്ങൾ പോകും. അപ്പൊ എന്താക്കാറ് റിട്ടേൺ പോണ്ട. അങ്ങനെ പിത്യാണ്ട് സുബൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು ചൊന്നാർ പൊയ്യല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, നിങ്ങളെ രാജാവ് അതായത് ബാദാന്റെ രാജാവ് കിസ്ര, ആ കിസ്ര ഇന്നലെ ജാവു മരണപ്പെട്ട അവന്റെ കൊന്നുറാറ്. അവൻ ഷോക്കോടെ മരണപ്പെട്ടു. അതെ 3 ക്ഷീരവൈ അയാളെ ടിക്കറ് ആ കിസ്രയുടെ 3 ക്ഷീരവൈ ചൊന്താളുള്ള ആ രാജാവിനെ അബ്ബരം എന്താക്കിയ അവൻ കൊന്നുവിട്ടാണ്. അപ്പൊ ഇത് കേട്ടിട്ട് എനിക്ക് ഷോക്കാവും. അപ്പൊ നിങ്ങൾക്ക് അത്തതിരി മാത്തക്കൂൽ നീ എന്തിനെ ചൊന്നുള്ളത് എനിക്ക് പിടിയുണ്ട അനക്തു വിദാലിക്കലി ബദാൻ ഞങ്ങൾ ഇത് ബദാനിക്ക് എത്തുപാട്ട ഇത് കല ഉണ്ടായെങ്കിൽ പിന്നെ നിന്റെ കഥ തീർന്ന്. അപ്പൊ നീ എന്തിനെ ചൊന്നുള്ളത് എനിക്ക് പിടി ഉണ്ടാക്കിയേക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றா நான் சொல்றது நீங்க ஓகே அது நான் சொல்றது നേരെ. അപ്പൊ ഞങ്ങൾ ഇത് അവിടെ എത്തുപാട്ടു അത് മാത്രല്ല ഇതും കൂടി എത്തുപാട്ടു എന്തിന് ഞങ്ങളെ ദീന് കിസ്ര കൈസർ രാജാക്കന്മാരുടെ ആ ഒരു ജാഗയ്ക്ക് സമയത്തെ ബന്ധെത്തറ് അത് സമയത്തെ ഞങ്ങളെ അണ്ടറിൽ ബണ്ട് ആ പേർഷ്യൻ ചൊല്ല ആ ഷാമു ചൊല്ല ഭാഗ ഇസ്ലാമിന്റെ അണ്ടർക്ക് ബണ്ട് ചൊല്ലതും നിങ്ങൾ എത്തുപാട്ടു. അങ്ങനെ ഈ ജണ്ടാല് യമനുക്ക് കൊണ്ടാറ് പോയിട്ട് ബാദാണ്ടൊട്ടിക്ക് എന്താക്കുறாரு ബാദാണ്ടൊട്ടിക്ക് ഈ വിഷയം ചൊല്ലാറ്. ഞങ്ങളുടെ പോയിട്ട് ആവുമ്പത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് ഇങ്ങനെ ചൊല്ലുത്തു. അപ്പൊ ബാദാൻ ചൊല്ற ലഇൻ കാന മാ ഖാല മുഹമ്മദുൻ ഹഖൻ ഫഹുവ നബിയ്യു മുഹമ്മദ് അത് ചൊല്றது നേരിട്ടായെങ്കിൽ അയാൾ നബിയായിട്ടിരിക്കും. വഇല്ലം യകുൻ കദാലിക അതല്ല മുഹമ്മദ് ചൊന്നത് കളവുണ്ടായെങ്കിൽ പിന്നെ നാണ് ഒരു പാട്ടുപാടുறேன். അങ്ങനെ ഇത് ചൊന്നത് അപ്പമേ ഒരു ലെറ്റർ പണ്ട് 6 ലെറ്റർ ക്ഷീരവൈര ലെറ്റർ പണ്ട് ബാദാനുക്ക് എന്തിനുണ്ട്. അങ്ങനെ അയാൾ ആ ലെറ്റർ എടുത്ത് നോക്കുമ്പോ ഫഖദ് ഖതൽതു കിസ്രയുടെ നാ കൊന്നാൻ ക്ഷീരവയുടെ ലെറ്റർ കിസ്രയുടെ നാ കൊന്ന ചൊന്തുല്ലേ ಲೆಟರ್ ಬಂಡಿ. അതേപോലെ നീ ജണ്ടാല കടത്തി തിന്നല്ലേ അങ്ങനെ നീ കടത്തോണുಂಟಿಲ್ಲ ಅಂದ್ರೆ ಮೊಹಮ್ಮದ್ರೆ ಈ ಪರ ಬರ್ಪಾಟುಂಟಿಲ್ಲ ಚೊಂತುಲ್ಲೆ ಆ ಊರ್ ಲೆಟರ್. ಅಪ್ಪ ಬಾದಾನ್ ಇದು ಓದಿತ್ತು ಫಲಮ್ಮ ಕರ ಬಾದಾನ್ ಅಲ್ ಕಿತಾಬ ತ್ವರಿಹು ಜಾನಿಬನ್ ആ ലെറ്റർ ഓതിട്ടാകുമ്പോ അയാൾ എന്താക്കിട്ട് ആ ലെറ്റർ അവിടെ വെച്ചിട്ട് വഅഅലന ദുഖൂലഹു ഫിൽ ഇസ്ലാം അയാൾ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് അവിടെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ച അവിടെ വെച്ചിട്ട് അയാൾ എന്താക്കി ബാദാൻ ഇസ്ലാം സ്വീകരിക്കും. ആണ് അയാളൊട്ടിಗೆ ബാക്കി നമ്മ എന്താ അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ ഇതേ ടിക്കറ് കിസ്ര രാജാവുക്ക് ലെറ്റർ എഴുതിയതിന്റെ അവസ്ഥ ഉണ്ടായി. കിസ്ര ലെറ്റർ നോക്കുകയെ പോയിട്ടില്ല, അവനതിനെ പറിച്ച് വലിച്ചെറിഞ്ഞ അവനിക്ക് ഇസ്ലാം ബെൽച്ച കിട്ടിയില്ല. മാത്രമാ കിസ്രയുടെ കമാൻഡർ ആയിട്ടുള്ള ബാദാനുക്ക് ആ ബെൽച്ച കിട്ടിത്ത് അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ടിക്കറ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അതേപോലെ പിന്നൊരു രാജാവ് റോമർ രാജാവ് കൈസർ. ആ കൈസർ
അയാളുടെ ഹിർക്കൽ ഉണ്ട് ഇത്തിക്കർ പേര്, ഹിർക്കൽ കേൾത്തിക്കോ, ഹിർക്കൽ രാജാവ്. അപ്പൊ ഈ ഹിർക്കൽ രാജാവുക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് ലെറ്റർ കടത്തു. ആരുടെ മുഖാന്തര? ദിഹിയത്ത് ഇബ്നു ഖലീഫ ചൊല്റേ സഹാബി, ദിഹിയത്തുൽ കൽബിന്റെ ഇത്തിക്കർ അയാൾ അറിയപ്പെട്ടത്. നല്ല ചന്തത്തെ സഹാബി, സഹാബികളുടെ കൂട്ടത്തിൽ എല്ലാ തന്നെ ചന്തത്തെ സഹാബി ഇത്തിക്കർ ദിഹിയത്തുൽ കൽബി ചൊല്റേ സഹാബി. അയാളുടെ വേഷത്തിലെ ഇത്തിക്കർ ജിബ്രീൽ അലൈഹിസ്സലാം നബിരൊട്ടിಗೆ മനുഷ്യ രൂപത്തിൽ വന്നു ഇന്നി യാറത്തിൽ. അപ്പൊ ആ സഹാബിയുടെ മുഖാന്തര ഇത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈസർക്ക് ലെറ്റർ കടത്തു. അങ്ങനെ ഈ ലെറ്റർ പോണ്ടു ഇയാൾ പോകുമ്പോ ഈ രാജാവ് ഷാമിലുണ്ട് വിഷയം കിട്ടും. ഷാമರ ഭാഗത്തില് ഉള്ളേ, റോമിലല്ല ഷാമിലുള്ളേ. അതിൽ എന്തിനും അവർ സുലു ಹಾಕುക ಇಟ್ಟು ಬಂದ್ರಿ. അപ്പൊ ഈ ഷാമിലുള്ള വിഷയം കിട്ടിട്ടാമത്തതു ദിഹിയത്തുൽ കൽബി അവിടേക്ക് പോയിട്ട് എന്താക്കി ഈ ലെറ്റർ കൊടുക്കും. ആ ലെറ്റർ കൊടുക്കും. അതേ വർഷത്തിലേക്ക് കുറേശിമാർ, മക്കത്തെ കുറേശിമാർ അബു സുഫിയാന്റെ കച്ചവട സംഘ ഷാമുക്ക് വന്നത്. ഷാമില് അവിടെ നിന്നു. അങ്ങനെ ഈ ലെറ്റർ ഓതിട്ടാമത്തതു ഇയാൾ എന്താക്കി കൈസർ ചൊല്ല രാജാവ് ഇതിൽ ചൊല്ற വിഷയ നബി, ഇയാൾ നബിന്റെ ചൊന്നുണ്ട്. അപ്പൊ ഇതിൽ ചൊല്ற വിഷയ നേരിട്ടായെങ്കിൽ അതൊന്ന് പരിശോധിക്കും. അപ്പൊ മക്കത്തെ ഭാഗത്തെ ആരെങ്കിലും കൂടെ ബന്ധങ്ങൾ ഉള്ളാറാ നോക്കിട്ട് പരിശോധിച്ച് പറഞ്ഞിട്ടു അവനെന്താക്കുക മന്ത്രിമാരുടെ കടത്തറ, അവന്റെ ആൾമാരുടെ അവൻ കടത്തറ ആരെങ്കിലും മക്കത്തങ്ങ ഊടേക്ക് ബന്ധറാറാ നോക്കും. അങ്ങനെ അവിടെ പരിശോധിച്ചിട്ടാമത്തകു അബു സുഫിയാനും അതേപോലെ അബു സുഫിയാന്റെ കൊറിയ സംഘ കണ്ടുമുട്ടിയാർ. അങ്ങനെ അവളോട് ചൊന്നെങ്കിൽ കൈസർ രാജാവ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, കൊട്ടാരത്തേക്ക് പറഞ്ഞു. അങ്ങനെ എന്താക്കാർ അബു സുഫിയാന് ബണ്ടാറ് അബു സുഫിയാന്റെ ഒട്ടിಗೆ അബു സുഫിയാന്റെ അവിടെ ഈ കൈസർ ചൊല്ല രാജാവ് നിപ്പാട്ടു. എതിർല് നിപ്പാട്ടിട്ട് അങ്ങനെ ഭാഷ ಬೇರೆ ಬೇರೆ. ഈ രാജാവുടെ റോമുടെ ഭാഷ ಬೇರೆ, അതേപോലെ അങ്ങ് അറബിറാണ്. അപ്പൊ അത് കഴിട്ട് ട്രാൻസ്ലേറ്ററുടെ എതിർല് നിപ്പാട്ടിട്ട് ഈ രാജാവ് എന്താക്കറ കൊറേ ക്വസ്റ്റ്യൻ കേൾക്കറ. എന്തിന് അയ്യുക്കും അക്റബു നസബൻ ബിഹാദ റജുൽ അല്ലദീ യസ്ഉമു അന്നഹു നബിയ്യും. നബീൻ ചൊന്തു വാദിച്ചു ഉള്ള ഓണ്ടെ യാറ മുട്ട റിലേഷൻ ആറുകുല്ലേ നിങ്ങളെ കൂട്ടത്തിൽ കേൾക്കാം. അപ്പൊ അബു സുഫിയാൻ ചൊല്ലു, അബു സുഫിയാൻ അപ്പൊ ഇസ്ലാം അല്ല, മുസ്ലിം അല്ല. അബു സുഫിയാൻ ചൊല്ല ആണ് അക്റബുഹും നസബൻ, ನಾನು ಈ ತಿಕ್ರ ಆ ನಬಿರೆ ಮುಟ್ಟತುಲುಲ್ಲಾಲ್ ಯಾರ ಕುಟುಂಬ ಬಂದೈಟುಲ್ಲಾಲ್. ಅಪ್ಪ ಈ ರಾಜಾವು ಕೈಸರ್ ಚೊಲ್ಲ ಅದು ನೂಹು ಮಿನ್ನಿ ನಂಡೆ ಮುಟ್ಟಬ ಎದುರು ಬಾ. ನಾನು ಅಬು ಸುಫಿಯಾನ್ ಎದುರು ಬಂದು ಬಾಕಿ ನಂಗೆ ಅಬು ಸುಫಿಯಾನ್ ಒಟ್ಟಿಗೆ ಇನ್ನಂಗಲಿಟ್ಟಿಗೆ ಪೆರು ನಿಕ್ಕೋ ಚೊಲ್ರು, ಪೆರು ತಿರ್ಗಿ ನಿಕ್ಕೋ ಚೊಲ್ರು, ಪೆರು ತಿರ್ಗಿಟ್ಟು ಮುದುಗಾಟಿ ನಿಕ್ಕೋ ಚೊಲ್ರು. ಅಬು ಸುಫಿಯಾನ್ ರೇ ಎದುರು ನಿಪ್ಪಾಟ್ ಅದ್ರಲ್ಲಿ ಬಿ ನಾವು ಚೊಲ್ಲ ಫ ಇನ್ ಕದಬನಿ ಫಕದ್ದಿಬು. ನಾ ಕೊರಿಯ ಕ್ವೆಶ್ಚನ್ ಕೇಳ್ಕೊಂಡೆ. ആ ക്വസ്റ്റ്യന് അബു സുഫിയാൻ നീ കളവ് ചൊല്ലുണ്ടായെങ്കിൽ നിന്റെ ആൾമാർ എന്താക്കുന്നത് നിന്റെ പിടിക്കാർ അങ്ങോ അത് കളവുണ്ട് ചൊല്ലാറ്. അപ്പൊ കളവ് ചൊല്ലാണ്ട് നേരായ വിഷയം മാത്രം നീ ചൊല്ലണം ചൊന്തു അബു സുഫിയാൻ റൊട്ടിക്ക് ഇയാൾ ചൊല്ലും. അപ്പൊ ഇത് പിൽക്കാലത്ത് അബു സുഫിയാൻ ചൊല്ലുന്ന സംഭവം ഇത്. അപ്പൊ അബു സുഫിയാൻ ചൊല്ലേ ഫവല്ലാഹി അല്ലാഹു വൈത്തിക്കർ സത്യ ലൗലൽ ഹയാഉ മിൻ അൻ യഅ്സിറു അലയ്യ കദിബൻ ലകദബ്തു അൻഹു. ನಾನು കളവ് ചൊല്ലുറോന്നും ചൊന്നു നന്റെ ആൾമാർ പിന്നെ ചൊല്ലുവാറും ചൊല്ല ആ ഒരു ചങ്കമീറ്റ് നമുക്ക് ഇല്ലാണ്ടായിരുന്നെങ്കിൽ ലക്കതബുത്വാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഞാൻ എന്താക്കാത്ത കളവ് ചൊല്ലാത്ത. நான் കളവ് ചൊല്ലെങ്കിൽ പിന്നെ എന്താക്കുവാ അപ്പൊ അവൻ എന്തേ അവൻ കളവ് ചൊല്ലാലും ചൊന്ത് എന്താക്കുற ആൾമാർ പിന്നെ തമാസാക്കിട്ട് ഇതാക്കുறாർ. ഒരു കാഫിറായിട്ട് അതേപോലെ ഇസ്ലാം അല്ലാത്ത ഒരാൾക്ക് അങ്ങനത്തെ ഒരു ചങ്കയുണ്ട്. ഇണ്ട് മുസ്ലിമായിട്ട് എത്ര ആൾമാർ കളവ് ചൊന്നുള്ള അല്ലേ, അതൊരു വലിയ വിഷയമേ അല്ല. ಮಾತ್ರ കുറേശിമാർ കുറെ ക്വാളിറ്റി ഉണ്ട്, നല്ല നല്ല ക്വാളിറ്റി. അത് ഒന്നിതേ ടിക്കറ് അങ്ങനെ പേടിച്ചു ഇന്നാറ് നന്റെ പിന്നെ ആൾമാർ എന്താക്കുത്തീറ കളവ് ചൊല്ற ആളെന്ന് ചൊന്ത് ചൊല്ലുത്തീറ. അപ്പൊ അബു സുഫിയാൻ ചൊല്ற ನಾನು അങ്ങനത്തെ ഒരു ചങ്ക നക്ക് ഇല്ലാണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താക്കത്തണ്ട് കളവ് ചൊല്ലാത്ത. മാത്ര അബു സുഫിയാന്റെ ബായി കളവ് ചൊല്ലക്ക് പോയിട്ടില്ല. അപ്പൊ എന്തിനാ ക്വസ്റ്റ്യൻ രാജ ഒരു ക്വസ്റ്റ്യൻ കേൾക്കു സ്റ്റാർട്ട് കൈഫ നസബുഹു ഫീക്കും. നിങ്ങൾ ചൊല്ற ആ നബീരെ ഇതെന്ത് തറവാടി എങ്ങനെ, അതിലെ ആ ഒരു പരമ്പര എങ്ങനെ, നല്ല പരമ്പരയിൽ വന്ന ആളാ അല്ല ബെടുക്ക് പരമ്പരയിൽ വന്ന ആളാ. അപ്പൊ അയാൾ ചൊല്ലു അതെ അബു സുഫിയാൻ നല്ല പരമ്പരയിൽ വന്ന ആൾ, നല്ല ഒരു കുടുംബത്തിൽ വന്ന ആൾ. അതിൽ പിന്നെ കേൾക്കും ഫഹൽ ഖാല ഹാദൽ ഖൗലു മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു.
ഇയാളിപ്പ നബീന്റെ ചൊന്നൂല്ല ഈ വിഷയ ഇയാളുടെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ചൊന്നറാറ? അപ്പൊ അബു സുഫിയാൻ ചൊല്ലൂല, ഇല്ല, ഇങ്ങനെ ഇത്രത്തോളം ആരും ചൊന്നില്ല. ഫഹൽ ഖാന മിൻ ആബാഇഹി മിൻ മലക്കിൻ, അയാളുടെ അബ്ബബ്ബമാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും രാജാവായിട്ട് ഇന്നാറ? അബു സുഫിയാൻ ചൊല്ലൂല, ഇല്ല. ഫഅശ്റാഫുൻ നാസി യത്തബിഉഹു അൻ ദുഅഫാഉഹു, അയാളുടെ ഫോളോ ആക്കിയുള്ള നല്ല പ്രമാണിമാറ, അതല്ല സാധുവായിട്ടുള്ള ദഈഫായ ആൾമാറ, പാവത്തങ്ങമ്മ. അപ്പൊ അബു സുഫിയാൻ ബൽ ദുഅഫാഉഹു, അങ്ങനെ ആ നബിയെ ഫോളോ ആക്കിയുള്ള പാവത്തങ്ങ ഇട്ടിക്கிறார். അയസീദൂന അം യൻകുസൂൻ, പിന്നെ ക്വസ്റ്റ്യൻ, അയാളുടെ ഫോളോ ആക്കുന്ന യാറായിട്ടുള്ളവ അല്ല കൊറോടിയായിട്ടുള്ളവ? അപ്പൊ അബു സുഫിയാൻ ചൊല്ലു ബൽ യസീദൂൻ, യാറായിട്ടുള്ള. അങ്ങനെ ആരെങ്കിലും ഇപ്പ അങ്ങനെ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ ആ ഇസ്ലാം വിട്ടിട്ട് പുറത്ത് ബന്ധമുള്ളാറ? അപ്പൊ അബു സുഫിയാൻ ചൊല്ലു ഇല്ല, ആരും ബന്ധത്തില്ല. നുബുവത്ത് കിട്ടേക്ക് മുന്നോളൂ അയാൾ കലോചൊന്നു ಇಂತ? അപ്പൊ അബു സുഫിയാൻ ഇല്ല, ഇല്ല, അതുമില്ല. പിന്നെ കേക്ക് ഫഹൽ യഗ്ദിർ, അയാൾ വഞ്ചനാക്കറ, ചീട്ടാക്കറ? അപ്പം അബു സുഫിയാൻ ചൊല്ലു ഇത്രത്തോളം അങ്ങനെ ചീട്ടാക്കിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടയിൽ ഒരു കരാറിലുള്ള എന്ത് ഒരു ഉദൈബിയ കരാർ, അപ്പൊ അതിൽ അയാൾ എന്താക്കിട്ട് ചൊല്ലുകാവില്ല. അബു സുഫിയാൻ ചൊല്ലു നക്ക് എന്തേ ഒന്ന് കുത്തി ചൊല്ലുക ഉണ്ടുണ്ടായി, നാണ് ഇങ്ങനെ ഇതേ ടിക്കറ്റ് നാളോട് എന്താക്കി ഒന്ന് എന്തേ ഒന്ന് കുത്തി ചൊല്ലുകയിട്ട് കാത്തു ഇന്നെ. അപ്പൊ അത് കേട്ടിക്കറ് നാണ് ഈ ഒരു പൽക്കം ആഡ് ആക്കിയ ചൊന്തു അബു സുഫിയാൻ ചൊല്ലു ഒന്നും എന്താക്കുകയില്ല ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴാക്കി ചൊല്ലുകില്ല ಅಂತ. അപ്പൊ അയാൾ വഞ്ചന ആക്കിற ആളാ കേട്ടപ്പ അബു സുഫിയാൻ ചൊന്നെ വഞ്ചന ആക്കിട്ടില്ല, ഇപ്പൊ നമ്മ ഒരു കരാറിലുള്ള അതിലെന്താക്കിട്ട് ഞങ്ങൾക്ക് വിടില്ല ചൊല്ലു. അങ്ങനെ പിന്നെ കേൾക്കിற അയാൾ ഫഹൽ ഖാത്തൽ തുമൂഹു, അയാളുടെ ഒട്ടിಗೆ ನೀವು ಯುದ್ಧ ಹಾಕಿರಾರ? നാം അതെ യുദ്ധ ಹಾಕಿರ. ഫകൈഫ കാന ഖിതാലുക്കും ഇയാഹു, അയാളൊട്ടിಗೆ യുദ്ധ എങ്ങനെ നിന്ത്? അയാളെ വിണ്ണായിട്ടിന്നവ നിങ്ങമേ വിണ്ണായിട്ടിന്നവ. അപ്പൊ അയാൾ ചൊല്ലു അൽ ഹർബു ബൈനനാ വബൈനഹു സിജാൽ യനാലു മിന്നാ വനനാലു മിൻഹു. അബു സുഫിയാൻ ചൊല്ലു ഞങ്ങൾ യുദ്ധ ചൊന്നെങ്കിൽ ഓർക്ക് അങ്ങ വിണ്ണാവിടാറ്, ഓർക്ക് അങ്ങ വിണ്ണാറ്, അങ്കും കിട്ടർ നങ്കും കിട്ടർ, അതേ ടിക്കറ് ഞങ്ങൾ നടുಲು ഇന്ന യുദ്ധ നടന്നു ഇന്നേ ചൊന്തു അബു സുഫിയാൻ ചൊല്ലു. അങ്ങനെ ഈ എല്ലാ ക്വസ്റ്റ്യനിಗೆ ആൻസർ കിട്ടിയാൽ പിന്നെ ആ കൈസർ രാജാവ് അതിലൊരു കൺക്ലൂഷൻ ചൊല്ലും, അതെ நான் നിങ്ങളുടെ കേട്ട എന്തേ അയാൾ കളവ് ചൊല്ലുற ആളാ. അപ്പൊ നിങ്ങൾ ചൊന്നാറ് കളവ് ചൊല്ലുற ആളല്ല, അത് നബിമാരുടെ ഒരു ക്വാളിറ്റി എത്തി. ആർ ചൊല്ലേ? കൈസർ ചൊല്ലു, അത് നബിമാരുടെ ഒരു ക്വാളിറ്റി എത്തി. അതേപോലെ ഞാൻ നിങ്ങളുടെ കേട്ട അയാളുടെ പരമ്പര എങ്ങനെ നല്ല പരമ്പര ചൊന്നാർ, നബിമാരെല്ലാരും നല്ല പരമ്പരയെ പെത്ത് പണ്ടാണ്. അതേപോലെ ഞാൻ നിങ്ങളുടെ കേട്ട എന്തേ അയാളുടെ കുടുംബത്തില് ആരെങ്കിലും രാജാവായിട്ടുള്ള ആറാണ്, നിങ്ങൾ ചൊന്നാറ് ആറും രാജാവായിട്ടില്ല. അപ്പൊ ഒരു നബി അല്ലാണ്ടായി അങ്ങനെ ഒരു രാജാവ് ഇന്ദ്രൻട്ടായെങ്കിൽ നമുക്ക് ചൊല്ലാന്തി അങ്ങനെ ആ ഒരു രാജാവായിട്ട് ആ അബ്ബരെ സ്ഥാനം പിടിച്ചെടുക്കുകയായിട്ട് ഇയാൾ എന്താക്കിയുള്ളേ ഇങ്ങനത്തെ വാദല്ല കുമന്ന ഉള്ളേ ചൊന്തു നമുക്ക് ചൊല്ലാന്ത്. മാത്ര അങ്ങനത്തെ ചൊല്ലുകും ഒരു ചാൻസ് ഇല്ല. അതേപോലെ അങ്ങനൊട്ടിಗೆ ഫോളോ ആക്കിയുള്ള പ്രമാണിമാറ ലഈഫായ ആൾമാറാണ് കേട്ടെ. അപ്പൊ നിങ്ങൾ ചൊന്നാർ ലഈഫായ ആൾമാർ എല്ലാ നബിമാരും പരിശോധിച്ചെങ്കിൽ ലഈഫായ ആൾമാരെ നബിമാർ എന്താക്കിയോ ഇന്നെ ഫോളോ ആക്കിയോ ഇന്ന് യാറായന്തുല്ലമാ കൊറോടിയായിട്ടുള്ളമാ കേട്ടപ്പോ നിങ്ങൾ യാറായന്തുല്ല എന്ന് ചൊന്നാർ. നബിമാരുടെ ദഅവത്ത് ആൾമാർ യാറാക്കിയോ ഇന്ന് യാറാക്കിയോണ്ട് ഉള്ളേ ചൊന്തും ഇയാൾ എന്താക്കി ചൊല്ലും. അപ്പൊ ഇങ്ങനെ ഓരോരു വിഷയ അയാള് പോസിറ്റീവ് ആയിട്ടുള്ള പൽക്കൈറ്റിക്കറ് കൈസർ ചൊല്ലു. അങ്ങനെ ഇതെല്ലാം ചൊന്താമത്തു അവിടെ ബാക്കിന്റെ പ്രമാണിമാറുള്ള ಅಂಕಲ ಅರ್ಸವರ ಸ್ಟಾರ್ಟ್ ಐತ್. ಇಯಾಳ್ರಿ ಈ ಪಲ್ಕ ಕೇಳ್ತಿದ್ ಅಂಕಲ ಅರ್ಸ ಅವಡೆಲ್ಲ ಬೊಬ್ಬೈತ್, ಅವಡೆಲ್ಲ ಪಲ್ಕ ಐತ್. ലാസ്റ്റിക്ക് അബു സുഫിയാൻ നിങ്ങളുടെ എല്ലാവരെയും അങ്ങ് പറത്തിട്ടാർ. അങ്ങനെ അബു സുഫിയാൻ പത്ത് വന്നതിൽ പിന്നെ അവർ പൽക്ക ചൊല്ലു ലഖദ് അമിറ അമുറോ ഇബ്നെ അബി കബ്ഷ. ഈ അബു കബ്ഷറെ വിഷയ ഇಡೀ ರಾಯ ಎತ್ತಿತ್ತಲ್ಲಿ. അതായത് അബു കബ്ഷ ചൊന്താറ് ചൊന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ಈ ಆಲ್ರಿ ಈ ಪಲ್ಕ ಈ ಇದೆಲ್ಲ ಇಡೀ ರಾಯ ಎತ್ತಿತ್ತಲ್ಲಿ ಹುಡುಗ ತೋರ್ ಸಮೇತ ಬಂತಲ್ಲೇ ಚೊಂತು ಅಬು ಸುಫಿಯಾನ್ ಅಂದಾಕ್ರು അവിടെ വെച്ച് ചൊല്ലു. അതിൽ പിന്നെ അബു സുഫിയാൻ ചൊല്ലു ನಾನು ಅಂದೇ ತೀರ್ಮಾನ ಆಕಿದ್ದ ಕಂಡೇ പിടിയേര് ഈ പേർഷ്യം ഈ എല്ലാ ജാഗ്യം ഇസ്ലാമರ ಅಂಡರ್ಲು ಬಂಡು ಚೊಲ್ಲನ್ನ ಕಂಡೇ ಎಂದೇ ಅದರ ഒരു സൈന് പിടിയേര് ചൊന്തു അബു സുഫിയാൻ ചൊല്ലു. ഇസ്ലാമർ ഒരു ആ സ്പാർക്ക് അബു സുഫിയാന്റെ കൽബ് അവിടെ എന്തായി മൂന്നൂറ് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കുക സാധ്യം.
അങ്ങനെ പിന്നെ അവിടെ എന്തായിട്ട് അവിടെ ഇത് പൽക്കെല്ലാം ഇട്ട് അവിടെ അങ്ങനെ പോയി ലാസ്റ്റ് ഈ കൈസർ ചൊല്ലുടെ ആളിന്റെ അവസ്ഥ എന്തായിട്ട് ചൊന്നെങ്കിൽ ഇയാള് പിന്നെ റോമുക്ക് പോണ്ടു. റോമുക്ക് പോയിട്ട് ഹിൻസ് ചൊല്ലുടെ ജാഗയില് അയാളുടെ കുറെ മന്ത്രിമാർ എന്നാണ് അയാളുടെ കുറെ മന്ത്രിമാരെ ഒരു മീറ്റിംഗ് വിളിക്കും. അങ്ങനെ മീറ്റിംഗ് വിളിക്കുന്നതിന് മുന്നുള്ള അയാളുടെ സ്വാർത്ഥങ്ങളുടെ ചൊല്ലു എല്ലാവരും മീറ്റിംഗ് ഉൾഗ വന്നതിൽ പിന്നെ റൂമിൽ ഉൾഗ വന്നതിൽ പിന്നെ നിങ്ങൾ എന്താക്കണു പർത്തില് ബായിലിടണം. അനക്ക് പർത്ത് പോവാത്ത രൂപത്തിൽ ലോക്കിട്ട് വിടണം. അങ്ങനെ അങ്ങനെ എന്താക്കിയാർ എല്ലാവരും മീറ്റിംഗ് ഉൾഗ വന്നതിൽ പിന്നെ അങ്ങനെ ആ സ്വർത്തന്മാർ എന്താക്കിയ പർത്തിലുള്ള ബായിലിട്ടാർ. അങ്ങനെ ഈ മീറ്റിംഗില് കൈസർ എന്താക്കി ചൊല്ലു ഞങ്ങൾ ഈ അധികാരം നിലനിൽക്കുന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം കിട്ടുന്നുണ്ടായെങ്കിൽ ഈ നബിനെ ഞങ്ങൾ ഫോളോ ആക്കും. ഈ നബി നേരായ നബി ഏറ്റിക്കറ്. തൗറാത്തിലും ഇഞ്ചിയിലും ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് കൊമന്നതായ നബി ഏറ്റിക്കറ് ചൊന്ത ഏറ്റിക്കറ് കൈസർ അങ്ങോട്ടിಗೆ ചൊന്നു. അപ്പൊ അത് ചൊന്താമത്തുകു അങ്കൽ അർസ വന്നു. അവൻ ചൊന്നു നിന്റെ പൽക്ക് ഞങ്ങൾ കേൾക്കില്ല, നിന്റെ ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ ചൊന്ന പൊപ്പിട്ടിട്ട് അങ്ങ് എന്താക്കിയത് പെറുത്തിരിഞ്ഞു പോയാണ്. അപ്പൊ പോയിട്ട് അങ്ങ് ബായൽ ഓപ്പൺ ആക്കുമ്പോൾ ബായൽ ഓപ്പൺ ആവില്ല, എല്ലാം അതിലേക്ക് ಬಂದಿട്ടുള്ള. അപ്പൊ അയാൾ ചൊല്ലു ഈ കൈസർ റിട്ടേൺ എല്ലാം ഇഞ്ഞ പറയും. അങ്ങനെ എല്ലാവരും റിട്ടേൺ വേണ്ടാറ് ಬಂತ പിന്നെ ചൊല്ലു നാണ് ഇത് ചൊന്നെന്തിൽ ചൊന്ന് ഇന്നി കുൽത്തു മക്കാലത്തി ആനിഫൻ അഖ്തബിറു ബിഹാ ശിദ്ദതകും അലാ ദീനിക്കും. നിങ്ങളെ ടെസ്റ്റ് ആക്കുക ഇട്ടിക്കറ് നാണ് ഇങ്ങനെ ചൊന്നറി. നിങ്ങളെ ദീനിൽ നിങ്ങൾ ഗട്ടി ഉള്ളാറ ഇല്ലേ ചൊന്തു നിങ്ങൾ ടെസ്റ്റ് ആക്കുക ഇട്ടിക്കറ് നാണ് ഇത് ചൊന്നെ. അപ്പൊ നിങ്ങളാറ് പാസ്സായാറ് നിങ്ങളെ ദീനിൽ ഗട്ടി ഉള്ളാറ് അങ്ങനെ എന്തും പ്രോബ്ലം ഇല്ലാണ്ട് അവിടേക്ക് ഒരു ഉൾട്ടടിക്കിற അവണു. അപ്പൊ എന്തൊക്കെ ചൊന്നെങ്കിൽ അവന്റെ രാജാധിപത്യ ഉള്ളേ അതായത് ബാക്കി ആൾമാർ സപ്പോർട്ട് ആക്കിയെങ്കിൽ അവൻക്ക് ആ രാജാധിപത്യത്തിൽ അവൻക്ക് നിലനിൽക്കുക അവിടെ. അപ്പൊ ആ രാജാധിപത്യ പിടിച്ചു വെക്കുക ഇട്ട് അവനെന്താക്കിയ ഇസ്ലാം സ്വീകരിക്കാണ്ട് അവിടേക്ക് മാലിയാണ്. അങ്ങനെ എന്താക്കിയ ഫസജദുലഹു വറദുവാണ്. അപ്പൊ അങ്കെല്ലാവർക്കും സീറ്റ് അങ്ങെല്ലാരും അവനക്ക് സുജൂദിട്ടാറ്. അങ്ങനെ ഇട്ടിക്കറ് ഫക്കാനദാലിക്ക് ആഖിറു ഷഅനി ഹിർക്കലിന്റെ അവസ്ഥ അതേ ഇട്ടിക്കറ്. അപ്പൊ അവനക്ക് കിട്ടിയ ഭാഗ്യ ഇല്ലാണ്ടേത് ദുനിയാവിലും ആഖിറും അവനക്കും നഷ്ടപ്പെട്ടു പോയിട്ട് ചൊന്തേത്തിക്കറ് ഞങ്ങൾക്ക് അവന്റെ ചരിത്രത്തില് കാണുക സാധ്യ. അപ്പൊ ഇങ്ങനെ ഓരോ രാജാക്കന്മാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലെറ്റർ എഴുതിയത് അതിന് റെസ്പോണ്ട് ഇങ്ങനെ ഇത്തിത്ത് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിഷയത്തിക്കറ് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയില്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് അമലാക്കും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പർ അല്ലാഹു ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.